മരണാനന്തര അവയവദാന പ്രക്രിയയുടെ മികച്ച പ്രവർത്തനത്തിന് കേരളത്തിന് ദേശീയ പുരസ്കാരം. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 16ാമത് ഭാരതീയ അവയവദാന ദിനാചരണത്തോടനുബന്ധിച്ചാണ് ഈ നേട്ടം. എന്തായാലും വിവരങ്ങളുമായി NGS പാലൻ കൂടി ചേരുന്നുണ്ട്. അഞ്ചു, ഒരു വലിയ നേട്ടമാണ് LDF സർക്കാരിന്റെ അടക്കം പ്രവർത്തന മികവാണ് ഇത്തരത്തിലൊരു നേട്ടത്തിലേക്ക് നയിച്ചത് എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്, അതായത് LDF സർക്കാരിന്റെ കാലത്ത് കഴിഞ്ഞ 10 വർഷത്തെ മികച്ച പ്രവർത്തനത്തിനാണ് ഇത്തരത്തിലൊരു അംഗീകാരം കൂടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഈ അവയവദാനത്തിൽ കേരളം മുന്നോട്ട് വെച്ചത് മികച്ച ഒരു ഉദാഹരണവും മാതൃകയും തന്നെയായിരുന്നു. ആ ഒരു മികവിനാണ് ഈ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. ഇത് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിലാണ് ഈ അവാർഡ് നിലവിൽ കേരളത്തിന് വേണ്ടിയിട്ട് ശുപാർശ കേരളത്തിന് നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അവാർഡ് അടുത്ത മാസം 3-ാം തീയതിയാണ് കേരളത്തിന് ലഭിക്കുക. ഇതിൽ ചില പ്രവർത്തനങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഈ ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞ് അവയവദാതാവ് അടക്കം, അതായത് ഈ ആലിൻ ഷെറിൻ എബ്രഹാം അടക്കം കേരളത്തിന്റെ വലിയൊരു ചരിത്രമായിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിൽ അവയവദാനവുമായിട്ട് മുന്നോട്ട് വരാൻ ആളുകളെ പ്രേരിപ്പിച്ചത്, അല്ലെങ്കിൽ മരണാനന്തരം ഒരു സൽക്കരണം എന്ന രീതിയിലേക്ക് അതിനെ മുന്നോട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ കേരള സർക്കാരിന് കഴിഞ്ഞു, LDF സർക്കാരിന്റെ പ്രവർത്തനത്തിന് കഴിഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഈ ഹെലികോപ്റ്റർ മാർഗങ്ങൾ, പലപ്പോഴും അവയവങ്ങൾ എത്തിക്കാൻ വേണ്ടി ഹെലികോപ്റ്റർ വിമാന മാർഗങ്ങൾ സ്വീകരിക്കാൻ പോലും കേരള സർക്കാർ തയ്യാറായിരുന്നു. അത് മാത്രമല്ല, ഈ പോലീസ് സേനയുമായി ബന്ധപ്പെട്ട് ഗ്രീൻ കോറിഡോർ എന്ന് പറയുന്ന ഒരു പദ്ധതി അടക്കം തുടങ്ങിയിരുന്നു. കാരണം എത്രയും വേഗം ഹൃദയം അല്ലെങ്കിൽ കരളടക്കമുള്ള അവയവങ്ങൾ എത്തിക്കേണ്ട സ്ഥലത്ത്, ഏതാണോ ദാതാവിൽ നിന്ന് അത് സ്വീകരിക്കുന്ന ആളിലേക്ക് കൃത്യമായി തന്നെ സമയബന്ധിതമായി എത്തിക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇതിനാവശ്യമായ ഹെലികോപ്റ്റർ സഹായങ്ങൾ അടക്കം നൽകുന്നതിൽ സർക്കാർ വലിയ രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു മുന്നോട്ട് വെച്ചുകൊണ്ടിരുന്നത്. ഈ കേസോട്ടെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. അതിന്റെ അടക്കം പ്രവർത്തനങ്ങളിൽ ഉണ്ടായ വലിയൊരു മികവിന് തന്നെയാണ് ഇപ്പോൾ ഈ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷം LDF സർക്കാർ കേരളത്തിൽ കൊണ്ടുവന്ന ഈ അവയവദാനത്തിൽ കൊണ്ടുവന്ന സമൂലമായ മാറ്റത്തിന് അല്ലെങ്കിൽ കൃത്യമായ ഇടപെടൽ കേരളത്തിന് വലിയൊരു അംഗീകാരം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. LDF സർക്കാരിന്റെ അടക്കം ഇടപെടൽ ഇതിലൊരു മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ്. ഈ പദ്ധതികളിലും ഈ പ്രവർത്തനങ്ങളിലടക്കം LDF സർക്കാർ നൽകിയ പിന്തുണയാണ് ഇവിടെ ശ്രദ്ധേയമാകുന്നത്. NGS പാലനാണ് വിവരങ്ങളുമായി ചേർന്നത്.